അപ്പോൾ എല്ലാവർക്കും ഫൊർഗോട്ടൻ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും 3D ആയ ചില മൂവീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ സിനിമയാണ് സാൽമൺ 3D അഥവാ 3D സാൽമൺ. ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് സോറി. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി, എനിക്കറിയാം, നമ്പർ ഓഫ് റീസൺസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വേറെ കുറച്ച് പരിപാടിയിലായിരുന്നു. ബട്ട് മെയിൻലി ബിക്കോസ് ഞാൻ ഈ കൂറപ്പടം കണ്ട് കുറച്ച് സാച്ചുറേറ്റഡ് ആയി. ലൈക്ക് ഏത് കൂറപ്പടം കണ്ടാലും അതിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഈ കൂറപ്പടത്തിൻ്റെ ടെംപ്ലേറ്റ് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ കൂറപ്പടം എന്നെ അത്ര എക്സൈറ്റ് ചെയ്യിച്ചില്ല. ഈ ഇടയ്ക്ക് അപ്പൂപ്പൻ എനിക്ക് മെസ്സേജ് അയച്ചു, മോനെ നീ എന്താ ഇപ്പോൾ പടം ഒന്ന് റിവ്യൂ ആകത്തേന്ന്, വിച്ച് ഇസ് പ്രിറ്റി റെയർ. അപ്പൂപ്പനെയൊന്നും ചോദിക്കാറില്ല. അപ്പം ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് കൂറപ്പടമൊക്കെ കണ്ട് മതിയെ, ഒന്നും എന്നെ എക്സൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അപ്പൂപ്പൻ പറയാം, അത് നീ 2D പടം കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു 3D കൂറപ്പടം ഉണ്ടോന്ന്. അപ്പോൾ അവൻ പറയാൻ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു അത് കാണാൻ ഗ്ലാസ് ഒക്കെ വേണ്ടത്. അപ്പോൾ അവൻ പറയാം ഗ്ലാസ് ഒന്നും വേണ്ട, ഇന്നാ പിടിച്ചോ. എന്നിട്ട് കാണിച്ചു തന്ന സാധനം സാൽമൺ 3D. നോർമലി ഒരു 3D പടത്തിന് ഒരു 2D വേർഷൻ ഉണ്ടാവും, ഒരു 3D വേർഷനും ഉണ്ടാവും. സാൽമൺ 3D ട്രൂ ടു ഇറ്റ്സ് ഡേ 3D മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ 2D കണ്ടാൽ മൈൻഡ് ഫക്ക് ആവും. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഒട്ടും സമയം കളയുന്നില്ല. നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. ദ ട്രൂ 3D എക്സ്പീരിയൻസ്. സാൽമൺ 3D ആണ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും 3D പടം. ഫീച്ചറിങ് 3D ചിക്കൻ എയർ, 3D പോപ്കോൺ എയർ, 3D ഓറഞ്ച് എയർ, 3D ആപ്പിൾ എയർ, 3D പില്ലോ എയർ, 3D കപ്പ് എയർ, 3D കുപ്പി എയർ, 3D കിണ്ടി എയർ, 3D പന്ത് എയർ. ഈ ഡയറക്ടറിന്റെ വിചാരം ക്യാമറയിലോട്ട് നോക്കി ഓരോന്ന് എറിയുന്നതാണ് 3D. അയ്യോ ചിക്കൻ അറിയില്ല. ബട്ട് ബൈ ഫാർ എൻ്റെ ഫേവറേറ്റ്, ദ ബെസ്റ്റ് 3D മൂമെന്റ് ഓഫ് മൈ ലൈഫ്, ദ ബെസ്റ്റ് 3D എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 3D ചോക്കോബാർ, 3D ഡോനറ്റ്. ആ ഡോനറ്റ് ആ കൊച്ചിനെക്കാളും വലുതാണ്. സാൽമൺ. ഓക്കെ, ഫക്ക് ഇറ്റ്. ഇനഫ് ഓഫ് ദ 3D പാർട്ട്. ഇനി നമുക്ക് സാൽമൺ പാർട്ടിലേക്ക് വരാം. സാൽമൺ നമുക്കറിയാമല്ലോ, സാൽമൺ ഒരു ഫിഷാണ്, അത്രേ ഉള്ളൂ. സാൽമൺ ഒരു ഫിഷാണ്. സാൽമൺ ഈ പടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പടത്തിൽ ഒരു സാൽമൺ 3D ഒന്ന് മാറ്റി ചാള 3D എന്ന് ഇട്ടാലും ഒരു വ്യത്യാസമില്ല. സാൽമൺ ഈ സിനിമയിൽ വരുന്നത് ഒരിക്കലാണ് സിനിമ തുടങ്ങുമ്പോൾ. അത് എനിക്ക് തോന്നുന്നു ഡയറക്ടർ എന്തോ ആനിമൽ പ്ലാനറ്റിലെന്തോ സാൽമണെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററി എന്തോ കണ്ടു. ആയിട്ട് പുള്ളി ലൈക്ക് ഫക്കിങ് ഇംപ്രസ്ഡ് ആയി. അതെടുത്തൊക്കെ സിനിമയുടെ തുടക്കത്തിൽ ഇട്ടു. ഞാൻ സാൽമൺ. എൻ്റെ ജീവിതം എന്നത് ഒരു നീണ്ട യാത്രയാണ്. ശുദ്ധജലത്തിൽ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ഞങ്ങൾ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും വാട്ട് ദ ഫക്ക്, ഒരു ടോക്കിംഗ് സാൽമണോ? ഓ നോ 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 നോ, ഷിറ്റ് ഗെറ്റ്സ് വേ വിയർഡ്. ഇപ്പം സാൽമൺ ജീവനുണ്ടെന്നെങ്കിലും പറയാം. കുറച്ച് കഴിയും സാൽമൺ ഒരു വലയെ കുടുങ്ങി മരിക്കും. എന്നിട്ട് സാൽമൺ ഒരു ഹോട്ടലിലെത്തി ഷെഫ് സാൽമണെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴും സാൽമൺ സംസാരിക്കുക. എൻ്റെ ആ നീണ്ട യാത്രയിൽ ഞാനൊരു വലയിൽ അകപ്പെട്ടു. അങ്ങനെ ഞാൻ ദുബായിലുള്ള ദേര ഫിഷ് മാർക്കറ്റിലെത്തി. ആ ഹോട്ടലിലെ ചീഫ് ഷെഫാണ് എന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചായിട്ട് ചത്ത സാൽമൺ ഫിലോസഫി പറയാൻ തുടങ്ങി. പ്രണയം എത്ര മനോഹരമായ വാക്ക്. ഇതിന്റെ മേക്കേഴ്സ് വല്ല ഡ്രഗ്സിൽ ട്രിപ്പ് ചെയ്യായിരുന്നു. പ്രണയം എത്ര മനോഹരമായ വാക്ക്. ഓക്കെ, ഒട്ടും സമയം കളയുന്നില്ല. നമുക്കിനി സാൽമണിലേക്ക് കടക്കാം, ആ 3D വേൾഡിലേക്ക് കടക്കാം. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, ബാക്ക് സ്റ്റോറി. സിനിമ തുടങ്ങുന്നത് പേരെനിക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവിടെ ഒരു പാടുന്ന ഗുണ്ടയുണ്ട്. കണ്ടെടുത്ത
പാടുന്ന ഗുണ്ട ഏതോ ഒരുത്തൻ, അല്ലെങ്കിൽ ലിറ്ററലി ഏതോ ഒരുത്തൻ, മുഖം പോലും കാണിക്കില്ല, ഏതോ ഒരുത്തനെയും 2 കന്യാസ്ത്രീമാരെയും ഒരു കുഴിയിലിട്ട് കൊല്ലും. എന്ത് പൂരം കണ്ട് കേടാ എടുത്ത് അതിനകത്തേക്ക് മണ്ണെടുത്ത് മൂറ തൂക്കി എടുത്ത് ഈ കുഴി തന്നെ ഇട്ടിട്ട് മൂറ. അപ്പൊ തന്നെ ലൈക്ക് ഇൻസ്റ്റന്റ്ലി ആ മരിച്ചു പോയൊരു പ്രേതമായിട്ട് വന്ന് പാടുന്ന ഗുണ്ടെ കൊല്ലും. ഈ പൂരപ്പുറപ്പിലെ ബാസ്കിട്ട പ്രേതവും ഈ കന്യാസ്ത്രീമാരും കൂടെയാണ് സാൽമൺ 3Dയിലെ 3 പ്രേതങ്ങൾ, ദ 3 Ds ഓഫ് സാൽമൺ 3D. ഓക്കെ, ഇതാണ് സാൽമൺ 3Dയുടെ ബാക്ക് സ്റ്റോറി. ഓർത്തിരിക്കുക. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. വിജയ് യേശുദാസാണ് സർഫറോഷ്. ആൻഡ് സർഫറോഷ് ഒരു ഓർഫനാണ്, ഒരു സാൽമണെ പോലെ. ഞാനൊരു ഓർഫൻ, ഈ സാൽമൺ പോലെ. ഓക്കെ ബ്രോ, നിങ്ങൾ ഓർഫൻ ആയിരിക്കും, പക്ഷെ സാൽമൺ ഓർഫനാണെന്ന് ആരാ പറയുക? അതിന് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഞാനൊരു ഓർഫൻ, ഈ സാൽമൺ പോലെ. ആൾക്കാർക്ക് ലൈഫിൽ പല പല ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. വിജയ് യേശുദാസിനും ഒരാഗ്രഹമുണ്ട്. നിനക്കറിയോ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിൽ മെയിൻ എന്താന്ന് വെച്ചാൽ ഒരു ഫുൾ സാൽമൺ ഫിഷ് തനിയെ ഇരുന്ന് കഴിക്കണം. അത് സ്വിഗ്ഗിയിൽ വാങ്ങിക്കാൻ കിട്ടും. ഒരു ഫുൾ സാൽമൺ ഫിഷ് തനിയെ ഇരുന്ന് കഴിക്കണം. വിജയ് യേശുദാസിന്റെ വൈഫും മോളും ദുബായിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോവാണ് 10 ദിവസത്തേക്ക്. ഫ്ലൈറ്റിന് സമയമായി, വേഗം ഉറങ്ങാൻ നോക്ക്. ഓക്കെ, ഐ മിസ് യു ബേബി. അടുത്ത സീൻ എന്തെന്ന് പറഞ്ഞാൽ, ഒരു അറബ് കമ്പനിയുണ്ട്, അവിടെ അറബി വേഷം കിട്ടിയ കുറെ മലയാളികൾ. Gentlemen, meeting's over. Gentlemen, meeting's over. എന്തൊരു കൂറ അറബികൾ. Thank you. ഈ ഊച്ചാളി അറബികള് വിജയ് യേശുദാസിനും വിജയ് യേശുദാസിന്റെ മാനേജറായ രാജീവ് പിള്ളയ്ക്കും ഒരു കോൺട്രാക്ട് കൊടുക്കും. أنا إفتاء جديد مطعم من دايرة. أنت مدير مطعم. Really? Okay. That's great. It's an honor. بكرة تعال المكتب. Okay. باقي إن شاء الله بكرة. ഈ കോൺട്രാക്ട് കിട്ടിയ സന്തോഷത്തിൽ വിജയ് യേശുദാസ് 10 ദിവസം ഫ്രണ്ട്സിനെ വിളിച്ച് നിർത്താതെ പാർട്ടി ചെയ്യാൻ തീരുമാനിക്കും. എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോ. ഈ ഏതൻ വില്ലയെ ഒരു ഹെവൻ വില്ലയാക്കി മാറ്റണം. എന്നിട്ട് വിജയ് യേശുദാസിന്റെ മാനേജറായ രാജീവ് പിള്ളയുടെ അടുത്ത് പറയും മീറ്റിംഗ്സ് എല്ലാം ക്യാൻസൽ ചെയ്യാൻ. ജാസിം, next 10 days no meetings, everything should be cancelled. ഇനി ഈ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള പാർട്ടിയിൽ എന്ത് സംഭവിക്കും എന്നതാണ് ഈ സിനിമയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, ദ പാർട്ടി. പക്ഷേ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഗൈസ് ജസ്റ്റ് 1 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യാം. നിങ്ങൾ പുതിയൊരു കരിയർ പാത്ത് അന്വേഷിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ എൻട്രി എലിവേറ്റിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെക്കൗട്ട് ചെയ്യാം. ഈ കോഴ്സ് ഗ്ലോബൽ സർട്ടിഫിക്കേഷനായ ഇൽനോയ്സ് ടെക് സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. നിങ്ങളെ ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത് എക്സ്പെർട്ട് ട്രെയിനേഴ്സാണ് ആൻഡ് വെൽ പ്രിപ്പയർഡ് മോഡ്യൂൾസ് ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ഉണ്ടായിരിക്കും, ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കും. ഈ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പ്രീ റെക്വസിറ്റ്സിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അപ്പ് ആയിട്ട് ജോയിൻ ചെയ്യാം ആൻഡ് വളരെ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചെടുക്കാം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു ഓൺടർപ്രണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ കോഴ്സ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഡീറ്റെയിൽസ് ഫുൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, ദ പാർട്ടി. ഓക്കെ, അപ്പോൾ കഥ ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ വിജയ് യേശുദാസ് ഭാര്യയും മോളെയൊക്കെ നാട്ടിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഫ്രണ്ട്സിന് വേണ്ടി ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്തേക്കാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, വിജയ് യേശുദാസിൻ്റെ വീട്ടിൽ കുറച്ച് മാസങ്ങളായിട്ടൊരു പ്രേതശല്യമുണ്ട്. ഏത് പ്രേതം? നമ്മുടെ പൂരപ്പുറപ്പിലെ ബാസ്കിട്ട പ്രേതം, ആ 2 കന്യാസ്ത്രീമാരും. ഉള്ളി പ്രോബ്ലം ഇസ്, ഈ പ്രേതങ്ങളെ ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഗുഡ് ഈവനിങ് സിസ്റ്റേഴ്സ്. ഷെസാക്കി ട്യൂഷൻ എടുക്കുന്ന സിസ്റ്റേഴ്സ് ആണോ നിങ്ങൾ? ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നതാണോ? എടാ ഒരു അത് പ്രേതമാണ്, കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കും, ഇങ്ങനെ അപമാനിക്കല്ലേ. ഷെസാക്കി ട്യൂഷൻ എടുക്കുന്ന സിസ്റ്റേഴ്സ് ആണോ നിങ്ങൾ? വിജയ് യേശുദാസും ഈ കുട്ടിയെ പോലെ പ്രേതങ്ങളൊന്നും അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് പാർട്ടിയൊക്കെ ഓർഗനൈസ് ചെയ്തേക്കാണ്. പുള്ളിയുടെ ഈ പാർട്ടിക്ക് ഫ്രണ്ട്സിനെത്താൻ ഇത്തിരി ടൈം എടുക്കുമല്ലോ, ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തേക്കാണ്.
ആ ടൈമിൽ വിജയ് യേശുദാസും മാനേജറും കൂടെ വെള്ളം അടിക്കാൻ തീരുമാനിക്കും. ഞാൻ ആഗ്രഹിച്ച സന്തോഷം ഇതാണ്. ഇനി വേറെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പം മാനേജർ പറയും മാനേജറിനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വേണം. ഇനി വേറെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കും. ഒരു പെണ്ണ് സുന്ദരിയായ. എന്നിട്ട് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ എത്തും. ഇവർ കമ്പി വർത്താനം തുടങ്ങും. You know one thing? I have a magical soothing hands. I can give you a proper massage. ബട്ട് നോ ഗൈസ്, എന്നിട്ട് ഇവർക്ക് ഓരോന്നൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് കുറേ വികൃത രൂപങ്ങൾ ഇവരെ സറൗണ്ട് ചെയ്യും. പക്ഷേ ഇല്ല ഗൈസ്, അത് ഇവരുടെ ഫ്രണ്ട്സ് ഷിയാസ് കരീം ഒക്കെ. Maria from Manjari. Hey, Prof. Ramdev. Hashim from Abu Dhabi. ഹാഷിം ഫ്രം അബുദാബി. Hashim from Abu Dhabi. എന്നിട്ട് ഈ ഫ്രണ്ട്സ് എല്ലാം കൂടെ വളരെ വളരെ നാച്ചുറലായിട്ട് ചില്ലി. Mr. Mind Reader, എന്തൊക്കെയുണ്ട് Hi, my വിശേഷങ്ങൾ? sweetheart. Welcome to the reunion party. Hi, my sweetheart. Welcome to the reunion party. രാംദേവ്. Ramdev. പക്ഷേ ഇല്ല ഗൈസ്, പ്രിറ്റി സൂൺ കുറച്ച് സ്കെയറി ഇൻസിഡൻസ് സംഭവിക്കാൻ തുടങ്ങി ഇവരുടെ ചുറ്റും. ആ ആദ്യത്തെ പൂരപ്പറമ്പിലെ മാസ്ക് ഇട്ട പ്രേതവും ആ 2 കന്യാസ്ത്രീമാരും കൂടെ വന്ന് ഇവരെ കുറേ തവണ പേടിപ്പിക്കും. പക്ഷേ ഷിയാസ് കരീം തീരുമാനിക്കും ഷിയാസ് ഈ പ്രേതങ്ങളെയൊക്കെ കൊല്ലാൻ പോവാം. ഇവിടെ വിളിക്കാതെ തന്നെ ചില അതിഥികൾ വന്നിട്ടുണ്ട്. വരട്ടെ വരട്ടെ. എന്നിട്ട് കടപ്പുറത്ത് കിട്ടുന്ന ഒരു ബൾബ് വാങ്ങിച്ചോണ്ട് പ്രേതത്തിനെ കൊല്ലാറുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും ആ ഗ്രൂപ്പിലെ 2 പേര് തമ്മിൽ സെറ്റായിട്ട് അവരുടെ കല്യാണം നടക്കും. എന്നിട്ട് ഒരു ഗ്രാൻഡ് ഫീസ്റ്റ് വയ്ക്കും. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? ഒരു മിനിറ്റ് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. അപ്പൊ ആ ഹാഷിം ഫ്രം അബുദാബി, ഹാഷിം ഫ്രം അബുദാബിന്റെ ഓർമ്മയില്ലേ? ആ ഹാഷിം ഫ്രം അബുദാബി ഒരു ഫുൾ ഗ്രിൽ സാൽമൺ ഫിഷ് വിജയ് യേശുദാസിന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് പറയും വിജയ് യേശുദാസിന്റെ വൈഫ് പുള്ളിക്കായിട്ട് സ്പെഷ്യലി ഓർഡർ ചെയ്തതാണ്. റോഷന്റെ വൈഫ് അവന് വേണ്ടി അവന്റെ ഫേവറേറ്റ് ഡിഷ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. അറിയാലോ ഗൈസ്, വിജയ് യേശുദാസിന് ലൈഫിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഒരു ഫുൾ സാൽമൺ ഫിഷ് തനിയെ ഇരുന്ന് കഴിക്കണം. ആ ഈ 5 പേർക്ക് കഴിക്കാനുള്ള സാൽമൺ ഫിഷ് വിജയ് യേശുദാസ് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് ബാക്കി സിനിമ. അതിലേക്ക് നമുക്ക് പോവാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് സിനിമയിലെ സോങ്സിലേക്ക് കിടക്കാം. സോങ്സ് സാൽബട്ട് 3Dയിലെ ഫസ്റ്റ് സോങ്ങിൽ എത്ര വ്യൂസ് ഉണ്ടെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഗെസ് ചെയ്താൽ, നോക്കരുത് കളക്കളിയൊന്നും കാണിക്കരുത്, കറക്റ്റായിട്ട് ഗെസ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞാൻ ആ കമൻറ്റ് പേഴ്സണലി ഹാർട്ട് വിട്ട് അതിന് റിപ്ലൈ തരാം. കമോൺ, എത്ര വ്യൂ കാണും സാൽമൺ 3Dയിലെ ഫസ്റ്റ് സോങ്ങിന്? 10, 4. സാൽമൺ 3Dയിലെ ഫസ്റ്റ് സോങ്ങിന് 4.9 crore വ്യൂസ് ഉണ്ട്. 4.9 crore വ്യൂസ്, 490 ലക്ഷം വ്യൂസ് ഉണ്ട് സാൽമൺ 3Dയിലെ ഫസ്റ്റ് സോങ്ങിന്. സാൽമൺ 3Dക്ക് 490 വ്യൂസ്. സാൽമൺ 3D തിയേറ്ററിൽ ഉണ്ടാക്കിയതിനേക്കാൾ പൈസ ആ പാട്ട് യൂട്യൂബിലുണ്ടാക്കി. സാൽമൺ 3Dയിലെ സെക്കൻഡ് സോങ് ആണ് ഒരു വിയേർഡ് സോങ്. ഒരു കൂറ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സും ഒരു ഷാഡോയി ഫിഗർ ഇങ്ങനെ ഡാൻസ് ചെയ്യും. ഈ പാട്ടൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്കൊന്ന് വിജയ് യേശുദാസിന് മടുത്തു. ഹി വാസ് ലൈക്ക് ഫക്ക് ഇറ്റ് അപ്പോഴും എന്നിട്ട് പോയി. അപ്പോൾ ഡയറക്ടർ വാസ് ലൈക്ക് ഷിറ്റ് എന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു? പുള്ളി ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. പുള്ളി വിജയ് യേശുദാസിൻ്റെ പോലെ ഇരിക്കുന്ന ഒരുത്തരെ എടുത്തിട്ട് അവരെ തിരിച്ചു നിർത്തിയിട്ട് അവൻ്റെ ബാക്ക് മാത്രം ഷൂട്ട് ചെയ്തു. ഭയങ്കര ഉണ്ട് ഡയറക്ടറുടെ സൊല്യൂഷൻ. ഗുഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സിനിമയിൽ എന്താ നടക്കുന്നത്, ഈ സിനിമയുടെ ക്ലൈമാക്സിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. വാട്ട് ദ ഫക്ക് ഈസ് ഹാപ്പനിങ്?
ഓക്കെ ഗൈസ്, അപ്പോൾ കഥ ഇതുവരെ ഓർമ്മയുണ്ടല്ലോ. വിജയ് യേശുദാസ് പുള്ളിയുടെ വൈഫ് ഓർഡർ ചെയ്തേക്കുന്ന ഒരു സാൽമൺ കഴിക്കാൻ പോവാണ്. സമീറ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഈ സാൽമൺ ഞാൻ കട്ട് ചെയ്യാൻ പോകും. ഇനി ഈ സിനിമയിൽ എന്ത് സംഭവിക്കുന്നത് നിങ്ങൾ ഗസ് ചെയ്ത ഐ സ്വെയർ ഞാൻ എൻ്റെ സ്വത്ത് ഫുൾ നിങ്ങൾക്ക് എഴുതിത്തരാം. ഇമ്പോസിബിൾ ഗൈസ്. ഇനി ഈ സിനിമയിൽ നടക്കുന്ന എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഫക്കിങ് ഇമ്പോസിബിൾ. ഇത് കാണുന്ന ഒരു ആവറേജ് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ വാട്ട് ദ ഫക്ക് എന്നായിരിക്കും. ഇനി ഈ സിനിമയിൽ ഇങ്ങനെ വാട്ട് ദ ഫക്ക് അവസാനം ഓഡിയൻസിന് ഭ്രാന്താവും. അതാണ് ഇനി ഈ സിനിമ സംഭവിക്കാൻ പോകുന്നത്. ഫെയർ വാർണിംഗ്. ഓക്കെ, കഥ തുടങ്ങിയിട്ട് വിജയ് യേശുദാസ് ഈ സാൽമൺ കഴിക്കാൻ പോകുമ്പോൾ വിജയ് യേശുദാസിൻ്റെ മാനേജർ വിജയ് യേശുദാസിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും, ആ സാൽമണിൽ അവനും വിജയ് യേശുദാസിൻ്റെ വൈഫും കൂടെ ചേർത്ത് വിഷം ചേർത്തിട്ടുണ്ടെന്ന്. അത് കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ മാഡം? നിങ്ങൾ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം ചേർത്തിരിക്കുക, ഞാനും കൂടി ചേർന്നിട്ടാ അത് ചെയ്തത്. ഇത് കേട്ട് ദേഷ്യം വന്ന് വിജയ് യേശുദാസിൻ്റെ ഫ്രണ്ട് മാനേജറിട്ട് ഒറ്റ ഇടി കൊടുക്കും. അപ്പം മാനേജർ കരകോട്ട് പറയും, അവൻ ആക്ച്വലി കുറച്ച് നാളായിട്ട് വിജയ് യേശുദാസിൻ്റെ ക്യാരക്ടറിൻ്റെ വൈഫിനെ ബാങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയും, ആക്ച്വലി വിജയ് യേശുദാസ് അവനൊരു ബ്രദറിനെ പോലെയാണ്. എന്നെ ഒരു നല്ല സുഹൃത്തായിട്ട് നിങ്ങൾ കണ്ടത്, അതിനപ്പുറം ഒരു ബ്രദറിനെ പോലെ എന്നെ സ്നേഹിച്ചില്ലേ? ഇതൊന്ന് കേട്ട് സഹിക്കാൻ വയ്യാത്ത വിജയ് യേശുദാസ് കടന്നു പോകും. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പില്ലും. എന്നിട്ട് വിജയ് യേശുദാസ് അടുത്ത ദിവസം രാവിലെ വൈഫിനെ ഫോൺ ചെയ്യും. നിനക്കറിയാല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫിഷ് സാൽമൺ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫിഷ് സാൽമൺ. എന്നിട്ട് പുള്ളി ചോദിക്കും, സാൽമൺ ഫിഷിന്റെ ഹിസ്റ്ററി അറിയാമോ? സാൽമൺ ഫിഷിന്റെ ഹിസ്റ്ററി നിനക്കറിയാമോ? ഓക്കെ ബ്രോ, കൂൾ, വി ഗോട്ട് ഇറ്റ്. നിങ്ങൾ സാൽമൺ ഫിഷിനെ പറ്റിയൊരു ഡോക്യുമെൻ്ററി കണ്ടു. ഗ്രേറ്റ്, ഗുഡ് ഫോർ യു. പക്ഷെ എല്ലാവരും ഒന്നും അത് കണ്ടിട്ടില്ല. റിലാക്സ്. സാൽമൺ ഫിഷിന്റെ ഹിസ്റ്ററി നിനക്കറിയാമോ? എന്നിട്ട് വിജയ് യേശുദാസ് ഈ ഇന്നലെ ഉണ്ടാക്കിയ വിഷം ചേർത്ത അഴുകിയ സാൽമൺ കഴിക്കാൻ പോവാണ്. അത് നിനക്ക് വേണ്ടി ഞാൻ കഴിക്കാൻ പോവാ. ഓക്കെ മൈ ഡിയർ. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇസ് ഗോയിങ് ടു ബ്ലോ യുവർ മൈൻഡ്. വിജയ് യേശുദാസ് ഈ സാൽമൺ കഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ പൂരപ്പറമ്പിലെ മാസ്ക് ഇട്ട പ്രേതമില്ലേ, ആ പ്രേതം വിജയ് യേശുദാസിന്റെ തടയും. And then this happens. എൻ്റെ മലയാളം സിനിമ ഹിസ്റ്ററിയിലെ തന്നെ ഒരു ഫേവറേറ്റ് മൊമെന്റ്സിൽ ഒരെണ്ണം. ജാസിം, ഞാൻ ജാസിമല്ല, ഗോവിന്ദരാജ്. Who the fuck is ഗോവിന്ദരാജ്? ഞാൻ ജാസിമല്ല, ഗോവിന്ദരാജ്. ഗോവിന്ദരാജ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവന്റെ ഉള്ളിൽ ഈ പ്രേതം കയറിയതൊന്നുമല്ല, ഇവനാണ് ഈ പ്രേതം. വിജയ് യേശുദാസിന്റെ മാനേജറാണ് ഈ പ്രേതം. ഈ സിനിമയിൽ പറയുന്നുണ്ട് വിജയ് യേശുദാസിനോട് ഈ മാനേജർ ഒരു 6-7 മാസമായിട്ട് വർക്ക് ചെയ്യാം. യെസ് സർ, ഐ വിൽ മാനേജ്. വിച്ച് മീൻസ് ഇത്ര നാള് വിജയ് യേശുദാസിന്റെ മീറ്റിംഗ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തോണ്ടിരുന്ന ഈ പ്രേതം. Ask your manager. Ma'am, I scheduled a meeting, but ma'am, I scheduled a meeting, but ആൻഡ് ഓൾസോ ഫക്ക് ഡെഡ്ലൈനും പ്രോജക്റ്റും സബ്മിഷനും എല്ലാം ഡീൽ ചെയ്തോണ്ടിരുന്ന ഈ പ്രേമം. Sunday and Monday we have meeting with suppliers, and after that we have final meeting with LOL Logistics. Actually, they are managing a project in US. Okay. That will be by end of this week. That's Fuck, ഒരു ദാരിദ്ര്യം പിടിച്ച പ്രേതം. After that we have final meeting with LOL Logistics. Which also means വിജയ് യേശുദാസിന്റെ ക്യാരക്ടറിന്റെ വൈഫിനെ ബാങ് ചെയ്തതും ഈ പ്രേതം.
വിച്ച് ഓൾസോ മീൻസ് ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വീട്ടിൽ വിളിച്ചു വരുത്തി ബാങ് ചെയ്തത് ഈ പ്രേതമാണ്. You know one thing? I have a magical soothing hands. I can give you a proper massage. And fuck, ഈ പ്രേതത്തിനെ കണ്ട് പേടിച്ചതും ഈ പ്രേതമാണ്. Fuck this. എന്നാലും എന്താ എനിക്ക് മനസ്സിലാവാത്ത, ഒരു 6-7 മാസമായിട്ട് വിജയ് യേശുദാസിൻ്റെ മാനേജറാണ്. അവൻ ഇപ്പോഴാണോ വിജയ് യേശുദാസിനെ ഇതിനെ കൺഫ്രണ്ട് ചെയ്യാൻ തോന്നിയത്? ഫക്കിങ് ടൈം കിട്ടിക്കാണില്ല. പ്രോജക്റ്റ് ഡെഡ് ലൈന് സബ്മിഷനൊക്കെ ഇല്ലേ പ്രേതത്തിന്. After that, we have final meeting with LOL Logistics. എനിവേസ്, കമ്മിങ് ബാക്ക്, ഈ ഗോവിന്ദരാജ് എവൻ്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി. എവൻ എങ്ങനെയാണ് മരിച്ചതെന്ന്. അപ്പാരൻ്റ്ലി എവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. എവനും ഗേൾ ഫ്രണ്ടും കൂടെ തൃശ്ശൂരൂടെ ഒളിച്ചോടുമ്പോൾ ഒരു പാടുന്ന ഗുണ്ടയെ കണ്ടു. പാടുന്ന ഗുണ്ട ആ പെണ്ണിൻ്റെ ഫാമിലിയുടെ ആരോ ആയിരുന്നു. പാടുന്ന ഗുണ്ട എവനെ കൊന്നു. എവൻ അപ്പം തന്നെ പ്രേതമായി. എന്നിട്ട് പ്രേതമായ എവൻ്റെ ഗേൾ ഫ്രണ്ടിനെ അന്വേഷിച്ചിറങ്ങും. നോക്കുമ്പോൾ ഒരു മിസ്റ്റീരിയസ് രൂപം എവൻ്റെ ഗേൾ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോകും. തട്ടിക്കൊണ്ട് ഏതോ അമ്പലത്തിൽ പോകും. പക്ഷെ എവൻ അമ്പലത്തിൽ കയറാൻ പറ്റൂല, കാരണം എവൻ പ്രേതമാണല്ലോ. എൻ്റെ അമ്പലവാതിൽക്കൽ നിന്ന് അവൻ കരയും. ഈ ഭൂമിയിൽ ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് കഷ്ടം. എടാ പോടാ, എടാ കഴപ്പം പ്രേത പോടാ. നാട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ ബാങ് ചെയ്ത പ്രേതമാണ് നീ. അവൻ്റെ ഷംന തല അവൻ്റെ ഒരു പെണ്ണ് സുന്ദരിയായ. I have a magical soothing hands. I can give you a proper massage. ഈ ഭൂമിയിൽ ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് കഷ്ടം. ഗോവിന്ദരാജ്. പക്ഷെ പോട്ടെ, എന്നിട്ട് അവൻ അമ്പലവാതിൽക്കൽ നിന്നിങ്ങനെ കരയും. അപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ട് പോയ ആൾ തിരിയും. ഒരു തവണ, ഒരേ ഒരു തവണ എൻ്റെ ഷമ്മി എനിക്ക് കാണിച്ചതാ. നോക്കുമ്പോൾ വിജയ് യേശുദാസ്. ഇനി ഈ സിനിമയുടെ ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഫൈനൽ സെഗ്മെൻറ്റിൽ അറിയാം. ലാസ്റ്റ് സെഗ്മെൻറ്റ്, ഐ ഗിവ് അപ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ്. വിജയ് യേശുദാസ് ആണോ വില്ലൻ? ഇത്രയും നേരം വിജയ് യേശുദാസ് ആണോ എല്ലാത്തിനും കാരണം? ഇത് മുംബൈ പോലീസ് പോലെ തന്നെയാണോ? ഹീറോ തന്നെയാണോ വില്ലൻ? ട്വിസ്റ്റ് എന്താണ്? പക്ഷേ അല്ല, വിജയ് യേശുദാസിനെ അപ്പാരൻ്റ്ലി ഏതോ മന്ത്രവാദിനി മൈൻഡ് കൺട്രോൾ ചെയ്യുകയായിരുന്നു. ഞാൻ എന്തിനാ ഈ പടം ഇത്രയും നേരം കണ്ടേ? അവസാനത്തെ 15 മിനിറ്റ് വരുന്ന ഒരു മന്ത്രവാദിനിയാണ് വില്ലനെങ്കിൽ ആദ്യത്തെ 2 മണിക്കൂറിൻ്റെ പോയിന്റ് എന്ത്? ഞാൻ ഒരു പൊട്ടൻ തന്നെ. താങ്ക് യു. പ്രേതം വിജയ് യേശുദാസിനോട് പറയും പ്രേതത്തിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഒന്ന് മന്ത്രവാദിനിയുടെ അടുത്തുനിന്ന് രക്ഷിക്കാവുന്നു. എൻ്റെ ഷമ്മ. And Vijay യേശുദാസ് brings like the worst 2 people for the job. ഷിയാസ് കരീമിനെയും മറ്റേ ഷോണിനെയും. ജാസിം, നീ എന്നെ വിശ്വസിക്കുക, നിന്റെ ഷംനയായിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഷിയാസ് പറയും, അയ്യോ അങ്ങനെ പോകാൻ പറ്റൂല, ഇത് ആപ്പ മന്ത്രവാദിനിയൊന്നുമല്ല, ഇത് കാലഭൈരവിയാണ്. കാലഭൈരവി ഒരു മന്ത്രവാദിനി, കന്യകമാരുടെ ആത്മാവിനെ ആവാഹിച്ചെടുക്കുന്നവളാ. എന്നിട്ട് ഈ 3 എണ്ണം കൂടെ കാലഭൈരവിയുടെ വീട്ടിൽ പോയി കിണ്ടിയും പന്തവും കയറി.
പക്ഷെ എന്ത് ചെയ്തിട്ടും കാലഭൈരവി മരിക്കുന്നില്ല. നോക്ക്, ഞങ്ങൾ അന്വേഷിച്ചു വന്ന ആളെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അവസാനം വിജയ് യേശുദാസ് 18ാമത്തെ അടവിറക്കും. പുള്ളി ലൈഫിൽ ആകെ കണ്ടിട്ടുള്ള സാൽമണിൻ്റെ ഡോക്യുമെൻ്ററിയെ പറ്റി സംസാരിച്ചു തുടങ്ങി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫിഷ് സാൽമൺ. സാൽമൺ ഫിഷിന്റെ ഹിസ്റ്ററി നിനക്കറിയാം? ഇത് കേട്ട മന്ത്രവാദിനി ഫണ്ടായി സ്കൂട്ടാണ്. എന്നിട്ട് വിജയ് യേശുദാസ് പ്രേതത്തിൻ്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ട് പ്രേതത്തിൻ്റെ അടുത്ത് എത്തിക്കും. എന്നിട്ട് പ്രേതവും ഗേൾഫ്രണ്ടും കൂടെ പറന്ന് സ്വർഗത്തിൽ പോകും. ഇപ്പം നിങ്ങൾ വിചാരിക്കും വാട്ട്, എന്താ ഒരു പ്രേതവും അവൻ്റെ ഗേൾഫ്രണ്ടും കൂടെ പറന്ന് സ്വർഗത്തിൽ പോയെന്ന്. ആക്ച്വലി സംഭവിച്ചെന്തെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ ഗൈസ്, എനിക്കറിഞ്ഞൂടാ. ഐ ഗേവ് അപ്പ് ഓൺ ദിസ് മൂവി എ ലോങ് ടൈം അഗോ. ഈ മൂവി എൻ്റെ ഒരു വിയേർഡ് സ്വപ്നം പോലെയാണ്. നമുക്ക് ചിലപ്പോൾ ഓരോ സ്വപ്നങ്ങൾ വരാറില്ലേ, നമ്മളിങ്ങനെ പറക്കുക, മുകളിൽ കുറേ തീവ്രവാദികളും, ആ സൈഡിലൊരു പൂരം നടക്കുന്നു, താഴെ ഒരു വാട്ടർ തീം പാർക്ക്, ഇപ്പുറത്ത് കുറേ യൂണിക്കോൺസ്. അതുപോലെ ഈ സിനിമ, ദിസ് മൂവി ഈസ് ലൈക്ക് എ ലിറ്ററൽ മാനിഫെസ്റ്റേഷൻ ഓഫ് മൈ വിയേർഡസ്റ്റ് ഡ്രീം. ഓ ബൈ ദ വേ, സിനിമ തീർന്നു. ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്, സാൽമൺ 3D ആക്ച്വലി ഒരു അടിപൊളി പടമാണ് അല്ലേ? ഒരു അടിപൊളി പടമാണ്. എന്താ അടിപൊളി അല്ലാത്തത്? അടിപൊളി 3D, അടിപൊളി VFX, അടിപൊളി BGM, അടിപൊളി ഡയലോഗ്സ്, സാൽമൺ ഫിഷിന്റെ ഹിസ്റ്ററി നിനക്കറിയാം? അടിപൊളി സെറ്റ് ഡിസൈൻ, ദുബായ് കാണാൻ നല്ല ഭംഗിയുണ്ട്, അടിപൊളി പ്രേതം, ആൻഡ് അടിപൊളി ഷിയാസ്കരി, അടിപൊളി ഷിയാസ്കരി. Hi, my sweetheart. Welcome to the reunion party. ഇൻ ഓൾ ഓണസ്റ്റി, സാൽമൺ 3D ഒരു കൂറ പടമല്ല. സാൽമൺ 3D ഒരു പൊട്ടി കൂറ പടമാണ്. സാൽമൺ 3D ഒരു കൂറ പടമല്ല. സാൽമൺ 3D ഈസ് ആക്ച്വലി എ പ്രിറ്റി എൻജോയബിൾ വാച്ച്. എൻ്റെ ഒരു കംഫർട്ട് മൂവിയൊക്കെ പോലെ. നോ നോട്ട് ദാറ്റ് സാൽമൺ 3D ഈസ് കംഫർട്ടബിൾ. സാൽമൺ 3D ഈസ് ആക്ച്വലി സോ ഫക്കിങ് അൺകംഫർട്ടബിൾ ദാറ്റ് സാൽമൺ 3D അടച്ചു വെച്ചാൽ ബാക്കിയെല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നും. താങ്ക് യു. ലിറ്ററലി എൻ്റെ ലൈഫ് ഡിഫിക്കൽട്ട് ആകുമ്പോൾ ഞാൻ കുറച്ച് നേരം ലാപ്ടോപ്പ് തുറന്ന് വെച്ച് സാൽമൺ 3D കാണും. ആൻഡ് ദെൻ ഐ എം ലൈക്ക് ഫക്ക്, തിങ്സ് കുഡ് ബി സോ വേഴ്സ്. എന്നിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഐ ഗോ ബാക്ക് ടു ലിവിങ് മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ്, നമ്മൾ റിവ്യൂ ഉള്ള മൂവീസ് കമൻറ്റ് ബോക്സിലിടാം. നമ്മൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾസോ നിസ്സാരം ചെക്കൗട്ട് ചെയ്യില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. എൻട്രി എലിവേറ്റിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെക്കൗട്ട് ചെയ്യില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. രണ്ടിൻ്റെയും ഡീറ്റെയിൽസും ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓൾസോ ഗൈസ്, വൺസ് അഗൈൻ ഐ എം സോറി, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളെ, പക്ഷേ അതിന് കോമ്പൻസേഷനായിട്ട് ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട് പ്രിറ്റി സൂൺ. ഓൾസോ ഹ്യൂജ് താങ്ക്സ് ടു ജിയോ. ഈ ഇൻ്റർനെറ്റ് തൊടാത്ത പടമൊക്കെ എനിക്ക് ബഫർ ചെയ്ത് തന്നതിന് ഗൈസ് ഹ്യൂജ് താങ്ക്സ് ടു നിങ്ങൾക്ക്. ഐ വാസ് കിഡിങ്. നമ്മളെ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തതിന്. ഇതുപോലത്തെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഇതുപോലത്തെ വീഡിയോസുമായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. കാണുന്നത് വരെ ഒരു 3D എഫക്ട്.